സാറിന് വിളിച്ചപ്പോ സാർ പറഞ്ഞു നമുക്ക് പൂർണ്ണമായിട്ടും മാറും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഷിംല മാഡം. പിന്നെ നമുക്ക് അതിന്റെ സൈഡ് എഫക്ട് അതായത് റേഡിയേഷൻ ചെയ്യും കീമോ ഒക്കെ ചെയ്യുമ്പോ അതിന് ഭയങ്കര ഇതാണ്. അത് ചെയ്യുന്ന ആൾക്കാർക്ക് ആ അനുഭവിക്കുള്ളൂ. നമ്മുടെ ടീമിൽ തന്നെ കുറെ റിസൾട്ട് ഉണ്ടല്ലോ, നിങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ കൊടുക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ പഠിച്ചോന്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ വകയായിട്ട് 4 ഐപ്പൾസ് കൊണ്ടു കൊടുത്തു. ഞാൻ അവളോട് പറഞ്ഞത് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥന മതി എനിക്ക്. കാരണം ആ 3 കുട്ടികൾക്ക് ഒരു ഉമ്മ ഉണ്ടാവുകയാണ്. അതല്ല ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടേ കൊടുത്തു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു. അലക്കാനോട് പറഞ്ഞു നല്ലോണം വെള്ളം കുടിക്കണം. ഭക്ഷണത്തിനോടൊക്കെ ഭയങ്കര മടിയാണ്. ആദ്യം എങ്ങനെയാണ്, പൊതുവെ ഇവരൊക്കെ പറയും ഞങ്ങൾ പോലെ ഒന്നും അവള് കഴിക്കൂല എന്ന് പറയും ഇതിന്റെ അമ്മയൊക്കെ. അപ്പൊ ഡോക്ടേഴ്സിനോട് പറഞ്ഞപ്പോ അതൊക്കെ അവളുടെ ഈ അസുഖത്തിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളൊന്നും തോന്നരുത് എന്ന് പറഞ്ഞു. ഭയങ്കര വെറുപ്പാണ്, ഭക്ഷണത്തിനോടൊന്നും ചെയ്യൂല. അപ്പൊ ആ തുടക്ക സമയത്ത് ഇഞ്ചക്ഷനും കാര്യങ്ങളും ഭയങ്കര പനി, പെയിന്, ഭയങ്കര പ്രയാസമായിരുന്നു. ലൈപ്പൾസ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു. ഇപ്പൊ 7ാമത്തെ ബോക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് കാലിന്റെ കൈയുടെ ഒക്കെ നഖത്തിന് കുഴിനകം പോലെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു ഡോക്ടറെ വീണ്ടും കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് ഈ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണ്. കാരണം 19,000 രൂപന്റെ മരുന്നാണ് ഒരു മാസം കഴിക്കുന്നത്. അപ്പൊ കീമോ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ള ആൾക്കാരല്ല. പക്ഷെ ആരോഗ്യം കിട്ടട്ടെ, ജീവിതം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിലങ്ങനെ പിന്നെ ഡോക്ടേഴ്സിനെ പോയി കാണിച്ചപ്പോ ഈ മരുന്നല്ലാതെ വേറെ ഒന്നും കൂടെ ഉണ്ട്, ഇതന്നെ ഉള്ളൂ ഇതിനുള്ളത്, പിന്നെ ഒന്നും കൂടെ ഉണ്ട്, അത് നമ്മൾ പുറത്തുനിന്ന് വരുത്തണം. അതിനൊരു